കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് വിജയും ലൈലയും കൂടിയുള്ള ഒരു പാട്ടിൻ്റെ ചെറിയൊരു ക്ലിപ്പ് പുറത്തിറങ്ങിയിരുന്നു. എന്നെ താലാട്ടും സംഗീതം നീയല്ലവാ ഉന്നെ സീരാട്ടും പൊന്നൂഞ്ചൽ നാനല്ലവാ. അപ്പോൾ അത് ശരിക്ക് പണ്ട് വിജയ് അഭിനയിച്ചു തുടങ്ങി, പിന്നീട് വിജയ് കുറച്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞ് പിന്മാറിയ ശേഷം പകരം മറ്റൊരു നടൻ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തൊണ്ണൂറുകളിലെ ഒരു ഹിറ്റ് മേക്കറായിരുന്നു വിക്രമൻ. ഇപ്പം വിക്രമൻ്റെ സിനിമകളിലൊക്കെ എന്താ പറയുക, ഒരു കുറച്ചുകൂടി ഭയങ്കര ഫാമിലി ഇമോഷൻസും റൊമാൻസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോൾ പൂവേ ഉനക്കാകെ എന്ന് പറയുന്ന വിജയുടെ ഒരു ഹിറ്റ് സിനിമ, അതായത് വിജയുടെ കരിയറിൽ എനിക്ക് തോന്നുന്നു അതുവരെയുള്ള ഒരു 92 വിജയ് അഭിനയിച്ചു തുടങ്ങി 96 ഇറങ്ങി പൂവേ ഉനക്കാകെയാണ് അതുവരെയുള്ള വിജയുടെ ഏറ്റവും വലിയൊരു വിജയം മാറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം കാർത്തികിനെ വെച്ചിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ സൂര്യവംശം എന്ന് പറയുന്ന ശരത് കുമാറിൻ്റെ സിനിമയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിജയനായിട്ട് അദ്ദേഹം വീണ്ടും ഒന്നിച്ച ഒരു സിനിമയായിരുന്നു ഉന്നൈ നിന്നേത്ത് എന്ന് പറയുന്ന 2002 സിനിമ. അപ്പോൾ ആ ഒരു സിനിമയിൽ കുറച്ച് ദിവസം വിജയ് അഭിനയിച്ചു, ഒരു സോങ്ങൊക്കെ വിജയ് അഭിനയിച്ചു കഴിഞ്ഞിട്ടും വിജയ് അന്ന് എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് പിന്മാറിയ ശേഷം ആര് ആ റോള് ചെയ്യും എന്നൊക്കെ നോക്കി തൊട്ടടുത്തൊരു ഓപ്ഷനൊക്കെ ആയിട്ടൊന്ന് പ്രശാന്തിനെ നോക്കിയിരുന്നു. പക്ഷേ അതും വർക്കായില്ല. അങ്ങനെയാണ് അന്ന് അപ്കമിങ് ആയിട്ട് വന്ന ഒരു നായക നിരയിൽ ഇങ്ങനെ മുൻനിരയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സൂര്യനെ ആ റോളിലോട്ട് കാസ്റ്റ് ചെയ്തത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് സൂര്യ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെ എന്താ പറയുക സൂര്യ വീണ്ടും ഒരു തിരിച്ചുവരവ്. അതായത് 97 വിജയുടെ കൂടെ തന്നെ നേർക്കുന്നൊരു സിനിമയിലൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചെങ്കിലും ക്ലച്ച് പിടിക്കാതെ ഇങ്ങനെ അഭിനയം വിടാനിരുന്നിരുന്ന സൂര്യയ്ക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ റീമേക്കിൽ മുകേഷിൻ്റെ ആ റോള് ചെയ്ത് സൂര്യ വീണ്ടും ഒന്ന് മുൻനിരയിലോട്ട് വന്നു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ സൂര്യയ്ക്ക് ആ റോള് കൊടുത്തു. ആ റോള് സൂര്യ ഗംഭീരമായിട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു സിനിമയാണ് ഉന്നൈ നിന്നേത്ത് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ ഒരു സിനിമ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എനിക്കൊന്ന് സൂര്യയൊക്കെ കൂടുതൽ സ്ത്രീ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര അധികം ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ആ ഒരു സിനിമ കണ്ടവർക്കറിയാം, അതിൽ സൂര്യ ഒരു ലോഡ്ജിലെ നടത്തിപ്പുകാരനാണ്. അങ്ങനെ അവിടെ വരുന്ന അവിടുത്തെ തന്നെ എനിക്കൊന്ന് ലോഡ്ജിലെ തന്നെ മാനേജറൊക്കെ ആയിട്ട് വരുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മകള് സ്നേഹ. അപ്പോൾ സൂര്യയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ലൈല സൂര്യയുടെ പഴയ കാമുകി എന്ന സിനിമ കണ്ടല്ലോ. ഞാൻ കഥയിലേക്ക് കിടക്കുന്നില്ല. നമുക്കൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ത്യാഗം ചെയ്യുന്ന ഒരു നായകൻ, അതായത് പണ്ട് തന്നെ പറ്റിച്ചിട്ട് പോയ അല്ലെങ്കിൽ തന്നെ ഇട്ടിട്ട് പോയ ആ കാമുകി വീണ്ടും ഒരു പ്രശ്നത്തിലാണെന്ന് പറയുമ്പോൾ ആ കാമുകിയെ സഹായിച്ച് ഒരു നിലയിൽ എത്തിച്ച ശേഷം തിരിച്ച് ആ കാമുകി പ്രണയം പറയുമ്പോൾ വേണ്ട എന്നും പറഞ്ഞ് എന്താ പറയുക ഇറങ്ങി വന്ന ഒരു കഥാപാത്രമാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലൈമാക്സിൽ എന്നിട്ട് സ്നേഹ കല്യാണം കഴിക്കുന്നതൊക്കെയാണ്. പക്ഷെ ആ ഒരു സിനിമ ഭയങ്കരമായിട്ടും ചർച്ച ചെയ്ത സിനിമ, പ്രത്യേകിച്ച് അതിലെ പാട്ടുകൾ, അതിൽ എന്നെ താരാട്ടു എന്ന് പറയുന്ന ഒരു പാട്ട്, പിന്നെ പൊമ്പളങ്ങിയ കാതൽ എന്ന് പറഞ്ഞ കുറേ പാട്ടുകളുണ്ട്. അതെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. ആ ഒരു സിനിമ 2002 ഇറങ്ങി. ആ ഒരു വർഷം സൂര്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ട വർഷമായിരുന്നു. വേറെ കുറച്ച് മൗനം ബേസ് ചെയ്ത് എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ അങ്ങ് ശ്രദ്ധിക്കപ്പെട്ടു. അത് കേട്ടാണ് അതിൻ്റെ അടുത്ത വർഷമാണ് കാക്ക എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വന്നിട്ട് പിന്നെ സൂര്യ ഒരു ശരിക്കും എന്താ പറയുക ടോപ്പ് ഹീറോ ലീഗിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സിനിമ അന്ന് വിജയ് ഡ്രോപ്പ് ചെയ്തിരുന്നു എന്നൊക്കെ അന്നും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ വിജയ് എന്നും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഡയറക്ടർ വിക്രമൻ തന്നെ അതിൽ ആ ഒരു പാട്ട് സീൻ അന്ന് ഷൂട്ട് ചെയ്ത, അന്നൊക്കെ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നതാണ് ആ ഒരു സീൻ, അന്ന് വിജയിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വിജയും ലൈലായിട്ടുള്ള ഒരു സീൻസൊക്കെ ഇപ്പോൾ പാട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെയും കുറേ വൈറലാവുന്നുണ്ട്. പിന്നെയും ചർച്ചകൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് വിജയ് അത് ഡ്രോപ്പ് ചെയ്തത്. വിജയ് ആയിരുന്നെങ്കിൽ അതൊരു വേറെ രീതിയിലാവുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സൂര്യ അഭിനയിച്ചതുകൊണ്ട് അതൊരു ഭയങ്കര ഫ്രഷ്നെസ് കിട്ടി. കാരണം സൂര്യ അതിന് മുമ്പ് അങ്ങനത്തെ ഒരു സിനിമ ചെയ്തില്ല. അപ്പോൾ വിജയ് ആണെങ്കിൽ നമുക്കറിയാം അതിന് മുമ്പ് തുള്ളാത മനവും പോലത്തെ സിനിമകളൊക്കെ കുറേ റൊമാൻറ്റിക് വേഷങ്ങളും ഇതുപോലത്തെ ഒരു പാവത്താൻ ക്യാരക്ടറും ഒക്കെ കുറേ ത്യാഗം ചെയ്യുന്ന ഒരു കഥാപാത്രമൊക്കെ ആയിട്ട് വിജയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വിജയ് വിട്ടതുകൊണ്ട് അത് സൂര്യയ്ക്ക് എന്തായാലും വളരെ ഗുണം ചെയ്തു. അതിൻ്റെ കുറേ സ്റ്റിൽസൊക്കെ പിന്നീട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പല സിനിമകളും ഉണ്ട്. വിജയ് വിട്ട സിനിമകൾ സൂര്യ ചെയ്തതും അല്ലെങ്കിൽ വിക്രം ചെയ്തതും അജിത്ത് ചെയ്തതും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ വിട്ടത് വേറൊരാൾക്ക് ചെയ്തിട്ട് വേറൊരാൾക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ചിലവർക്ക് അത് ഏറ്റെടുത്തിട്ട് ഫ്ലോപ്പുകളും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. നമുക്ക് അതുപോലത്തെ സിനിമകളെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പം എന്തായാലും ഉന്നൈ നിന്നേത്ത് എന്ന് പറഞ്ഞ സിനിമ അത് നിങ്ങളന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. ഞാനൊക്കെ കേട്ടിട്ടുണ്ട് അന്ന് ഒരു തിയേറ്ററിലൊക്കെ ഇറങ്ങിയ സമയത്ത് വളരെ എന്താ പറയുക, ആദ്യം ഇറങ്ങിയ സമയത്തൊന്നും വലിയൊരു ഒപ്പീനിയൊന്നും ഇല്ല, വലിയ ആളില്ല. പക്ഷെ പയ്യെ അത് കയറി വന്ന് പിന്നീട് ഭയങ്കര ഹിറ്റായതാണ്. എന്നെ കൊണ്ട് കേരളത്തിലും അത്
ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിരുന്നു. സൂര്യയ്ക്ക് കേരളത്തിലെ ഒരു ആളുകൾക്ക് ഒരു ഇഷ്ടം തുടങ്ങിയ സിനിമകളിൽ ഒന്നായിരുന്നു ഉന്നയും നിന്നേത്ത്. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം.